ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ നിങ്ങൾക്ക്? സ്കൂളൊക്കെ തുറന്നല്ലേ? അപ്പൊ നമ്മളിപ്പോ ഒരു പഠിപ്പ് വൈബിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. നമുക്കറിയാം, നമ്മളെ ഫിസിക്സില് അല്ലെ, ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടഫൊക്കെ ആയിട്ട് തോന്നാറുണ്ട് അല്ലേ? കാരണം എന്തായാലും കുറെ ഇക്വേഷൻസും കുറച്ചധികം യൂണിറ്റ്സും അല്ലെ, കുറച്ച് കാൽക്കുലേഷൻസ് അല്ലെ, മാത്സ് ഒക്കെ ഇങ്ങനെ മിക്സ് ആവുന്നത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം എല്ലാ കാര്യങ്ങളും ചേർന്ന് തന്നെയാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിസിക്സ് ഈസി ആണെങ്കിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫിസിക്സ് അത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ്സും വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊടി തട്ടിയെടുത്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് കുറച്ച് യൂണിറ്റ്സ് ആദ്യം പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. ലെങ്ത്തിന് ഒരുപാട് യൂണിറ്റുകളുണ്ട് അല്ലേ? ഏതൊക്കെയാ മക്കളെ? നമ്മൾ കേട്ടിട്ടുണ്ട് മില്ലിമീറ്റർ ഉണ്ട് അല്ലേ? പിന്നെയോ സെന്റിമീറ്റർ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെയോ മീറ്റർ നമ്മൾ കേട്ടിട്ടുണ്ട്. കിലോമീറ്റർ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെ മുകളിലോട്ട് പോകുന്ന ഒരുപാട് യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും ഏതാണ് നമ്മുടെ ലെങ്ത്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം കൂടെ എഴുതി വെക്കരുത്. നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് ആരെ മാത്രമാണ്? മീറ്ററിനെ മാത്രമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, മീറ്ററിന്റെ സിമ്പിൾ ഏതാന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറയണം അത് സ്മോൾ ലെറ്റർ എം ആണെന്ന് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ എഴുതരുത്, യൂണിറ്റ് എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ എം. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് നമ്മൾ അറിയിക്കേണ്ടത് ടൈം ആണ്. ടൈമിന് ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്. ഹവർ അല്ലെ, മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ഹവർ, മിനിറ്റ്, സെക്കൻഡ് എന്നൊക്കെ. ആൻഡ് ഇവർ തമ്മിലുള്ള റിലേഷൻസ്, ഒരു മിനിറ്റ് എത്ര മിനിറ്റ് ചേർന്നാണ് ഒരു ഹവർ, അല്ലെങ്കിൽ എത്ര സെക്കൻഡ് ചേർന്നാണ് ഒരു മിനിറ്റ്, ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. 1 day is equal to 24 hours and 1 hour is equal to 60 minutes and 1 minute is equal to 60 seconds എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. കാരണം പ്രോബ്ലംസ് ഒക്കെ, ന്യൂമറിക്കൽ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് വരും. ആ സമയത്ത് ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ പ്രോ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കാം. ആൻഡ് അത് മാത്രമല്ല, ഹവർ, മിനിറ്റ്, സെക്കൻഡ്, ഇതിൽ ഏതാണ് ടൈമിന്റെ ബേസിക് യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി കൊടുക്കണം. അതാരാണ്? മിനിറ്റ് ആണോ? അല്ല. ആരെയാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്? സെക്കൻഡിനെയാണ് കേട്ടോ. സെക്കൻഡ് സ്മോൾ ലെറ്റർ എസ് ആണ് അതിന്റെ സിമ്പിൾ ആയിട്ട് വരും കേട്ടോ. അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ്. ടെമ്പറേച്ചറിന് ഒരുപാട് യൂണിറ്റ്സ്, ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൽ ഏതാണ് ടെമ്പറേച്ചറിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി കൊടുക്കണം? നമുക്ക് ആരൊക്കെ അറിയാം? ഡിഗ്രി സെൽഷ്യസിനെ അറിയാം, കെൽവിനെ അറിയാം, ഫാരൻഹീറ്റിനൊക്കെ നമുക്കറിയാം അല്ലേ? ഇതിൽ ഏതാണ് നമ്മളുടെ ബേസിക് യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി കൊടുക്കണം. ദാറ്റ് ഈസ് കെൽവിൻ. കെൽവിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ആണ് കെ. സിമ്പിൾ കേട്ടോ. ഓക്കെ, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഇക്വേഷൻസിനെ പരിചയപ്പെടാം. നമുക്കറിയാം ഏരിയ ഈക്വൽ ടു എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? L ഇൻറ്റു B ആണ്. ഇക്വേഷൻസ് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അതുപോലെ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് നമ്മളുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പ്രഷറിന്റെ ഇക്വേഷൻ ആണ്. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് നമ്മളുടെ പ്രഷർ എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ ത്രൂ ഔട്ട് നമ്മളുടെ ഈ ഒരു ഫിസിക്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വേർഡ് ആയിരിക്കും സ്പീഡ് എന്ന് പറഞ്ഞത്. ആൻഡ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതാണ് മക്കളെ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് നമ്മുടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം വോളിയം അല്ലേ? വോളിയം ഇതെല്ലാം ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്, ഇത് ഹൈറ്റ് ആണെങ്കിൽ വോളിയം കണ്ടുപിടിക്കുക അല്ലെ? ഇതൊരു ക്യൂബാ തന്നിട്ടുള്ളത്, അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അവിടെയും അപ്ലൈ ചെയ്യാം. സോ സിംപ്ലി പറയുകയാണെങ്കിൽ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സബ്ജക്റ്റ് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്. ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.